കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആക്രമണം. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിനെ കയ്യേറ്റം ചെയ്യുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ തിരുവമ്പാടി സ്വദേശി അജ്മൽ യൂസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEB MD ഉത്തരവിട്ടു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൽ അതിക്രമം കാണിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നെ ഇത്തരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജ്മൽ യൂസിയുടെ പിതാവിന്റെ പേരിലുള്ള ഒരു വൈദ്യുതി കണക്ഷനാണ് ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത്. ഇതിൽ നിയമപരമായി എന്ത് സാധ്യതയാണുള്ളത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി KSEB സെക്ഷൻ ഓഫീസ് അതിക്രമിച്ചു കയറിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിലാണ് ഇപ്പോൾ അജ്മൽ യൂസഫിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചയാണ് KSEB ലൈൻമാൻ പ്രശാന്തിനെ ഇവർ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ശനിയാഴ്ച രാവിലെ സെക്ഷൻ ഓഫീസിലെത്തി അതിക്രമം കാട്ടുകയായിരുന്നു. ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്, ഓഫീസ് ഉപകരണങ്ങൾ അടക്കം തന്നെ വലിയൊരു രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിലാണ് നശിപ്പിച്ചിട്ടുള്ളതായാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ മർദ്ദനമേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയറും 4 ജീവനക്കാരും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അക്രമികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്. അപ്പോൾ പിതാവിന്റെ പേരിലുള്ള കണക്ഷൻ, അതായത് ഈ അക്രമം നടത്തിയ വ്യക്തിയുടെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് ഇപ്പോൾ നിലവിൽ വിച്ഛേദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, ശരി. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് വിവരങ്ങൾ പങ്കുവച്ചു.